സദൃശ്യവാക്യങ്ങൾ 11:11. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ് കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. ചില പട്ടണങ്ങളുടെ പേരുകൾ അവിടെ ഉണ്ടായിട്ടുള്ള മഹാന്മാരുടെ പേരിനോട് ചേർത്ത് പറയുന്നതിനാൽ പ്രസിദ്ധമായിട്ടുണ്ട്. ചില മഹാന്മാരുടെ പേരുകൾ സ്ഥലങ്ങൾക്ക് നൽകുന്നതിനാലും അത് പ്രസിദ്ധമാകാറുണ്ട്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് അവിടെ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളുടെ പേരിലും അവിടെ നിന്ന് കുപ്രസിദ്ധരായവരുടെ പേരിലുമൊക്കെ ആയിരിക്കും. സാമാന്യ ജനം ആഗ്രഹിക്കുന്നത് അവരുടെ പട്ടണം മഹാന്മാരിലൂടെ പ്രസിദ്ധി ആർജിക്കണമെന്നായിരിക്കും. ദാവീദിന്റെ പട്ടണമെന്ന് ബത്ലഹേമിനെ കുറിച്ച് പറയുന്നത് പോലെ നീതിമാന്മാരുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയായിരിക്കും പട്ടണങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നത്? രണ്ടു വിധത്തിൽ ഈ വചനത്തെ ചിന്തിക്കാവുന്നതാണ്. ഒന്ന്, നീതിമാന്മാർ പട്ടണങ്ങളെ അനുഗ്രഹിക്കുന്നു, അതിനാൽ അത് ഉയർച്ച പ്രാപിക്കുന്നു. ദാവീദ് ഒളിച്ചു പാർത്ത സ്ഥലങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹം അധികാരം പ്രാപിച്ചപ്പോൾ പ്രത്യേകമായി വികസിപ്പിക്കാൻ മുൻകൈയെടുത്തു. രണ്ടാമത്, നീതിമാന്മാർ ഒരു പട്ടണത്തിൽ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അതിൻ്റെ നന്മ നിമിത്തം ആ പട്ടണവും വളർച്ച നേടുന്നു. സ്വദേശത്തോട് ഒരു സ്നേഹവും കടപ്പാടും ഉള്ള പലർക്കും അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹവും അതിനായുള്ള പരിശ്രമവും ഉണ്ടാകാൻ കാരണമാകുന്നു. കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം ഒരു പട്ടണത്തിന് എല്ലാവിധത്തിലും അനുഗ്രഹമാണ്. ചെറുതോ വലുതോ ആയ നന്മകൾ നമ്മുടെ ദേശത്തിന് ചെയ്യാനുള്ള കടപ്പാട് നമുക്കുണ്ട്. പലരും അങ്ങനെ ചിന്തിച്ചതിനാലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ നമ്മുടെ ദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് വരുന്നവർക്കായി എന്തെങ്കിലും ചെയ്യാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഒരു ദേശത്തിൻ്റെ നന്മയിൽ നമുക്കും നന്മ പ്രാപിക്കാൻ കഴിയുമെന്നതിനാൽ ആ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പലരും അവരുടെ നാടിന് തലവേദനയും അപമാനവുമായിരിക്കുമ്പോൾ നീതിയുടെ പാതയിലൂടെ ദേശത്തിന് അനുഗ്രഹമാകാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.